ഇന്നത്തെ ഏറ്റവും പുതിയ നേരിയ ബോക്സ് ഓഫീസ് റിപ്പോർട്ടുകളിലേക്ക് ഇവർക്കും സ്വാഗതം. ജിതു ജോസഫിന്റെ സംവിധാനത്തിൽ ലാലേട്ടൻ നായകനെത്തിയ മലയാളത്തിലെ ഏറ്റവും പുതിയ കോർട്ട് ഇമോഷണൽ ഡ്രാമ സിനിമ ആ ചിത്രത്തിന്റെ ആദ്യ പ്രധാനപ്പെട്ട വർക്കിംഗ് ദിവസത്തിലേക്ക് എത്തപ്പെട്ടിരിക്കുകയാണ്. കൃത്യം 5 ദിവസങ്ങൾ തിയേറ്ററുകളിൽ പിന്നിട്ട സിനിമയുടെ കേരള വേൾഡ് വൈഡ് റെസ്റ്റ് ഓഫ് ഇന്ത്യ ഡീറ്റെയിൽ കളക്ഷൻ റിപ്പോർട്ട് ഇപ്പോഴിതാ പുറത്തു വന്നിരിക്കുകയാണ്. വെറും 5 ദിവസങ്ങൾ കൊണ്ട് തന്നെ ഒരു കോർട്ട് ഇമോഷണൽ ഡ്രാമ സിനിമയ്ക്ക് ലഭ്യമാകാവുന്നതിൽ വെച്ച് ഏറ്റവും മികച്ച എക്സ്ട്രാ ഓർഡിനറി കളക്ഷനാണ് സിനിമ കേരളത്തിലാണെങ്കിലും ലോകം നിന്നായാലും നേടിയെടുത്തിരിക്കുന്നത്. ഇന്നലെ ഡിസംബർ 25 തീയതി ക്രിസ്മസ് ദിനത്തിൽ സിനിമ പുതിയൊരു റെക്കോർഡ് കൂടി നേടിയെടുത്തിരിക്കുകയാണ്. ഇതുവരെ മലയാളത്തിൽ റിലീസ് ചെയ്ത എല്ലാ വർഷങ്ങളിലെയും സിനിമകളിൽ ഏറ്റവും കൂടുതൽ കളക്ഷൻ ക്രിസ്മസ് ദിനത്തിൽ മാത്രം കേരള ബോക്സ് ഓഫീസിൽ നേടിയെടുക്കുന്ന സിനിമയുടെ നേര് മാറിയിരിക്കുകയാണ്. അപ്പോൾ ക്രിസ്മസ് ദിനത്തിൽ ഏറ്റവും കൂടുതൽ കേരള ഗ്രോസ് കളക്ഷൻ നേടിയെടുക്കുന്ന മലയാളം സിനിമ എന്നൊരു റെക്കോർഡ് ഇനി നേരിന് സ്വന്തം. അതേസമയം നേരിന്റെ ആദ്യ 5 ദിവസങ്ങളിലെ ഏറ്റവും ഉയർന്ന കളക്ഷൻ ലഭ്യമാക്കുന്ന ദിവസമായിട്ട് ഇന്നലെ മാറിയിരിക്കുകയാണ്. നേരത്തെ പ്രതീക്ഷിച്ച പോലെ 4 കോടി രൂപയ്ക്ക് മുകളിൽ ഇന്നലെ മാത്രം കേരള ബോക്സ് ഓഫീസിൽ നിന്ന് കളക്ഷൻ നേടിയെടുത്തിരിക്കുകയാണ്. നേര് 4 കോടി 5 ലക്ഷം ഇന്നലെ കളക്ഷൻ നേടിയെടുത്തതോടെ കൃത്യം 5 ദിവസങ്ങൾ കൊണ്ട് കേരള ബോക്സ് ഓഫീസിൽ നിന്നും മാത്രം 15 കോടി 96 ലക്ഷമാണ് നേരെ കളക്ഷൻ നേടിയെടുത്തിരിക്കുന്നത്. അതേസമയം കേരളത്തിന് പുറത്ത് ഇന്ത്യയിലെ മറ്റു സംസ്ഥാനങ്ങൾ റെസ്റ്റ് ഓഫ് ഇന്ത്യ ഫിഗേഴ്സിലേക്ക് വരികയാണെങ്കിൽ 2 കോടിക്ക് മുകളിലെ സിനിമ റെസ്റ്റ് ഓഫ് ഇന്ത്യ കളക്ഷൻ നേടിയെടുത്തിരിക്കുകയാണ്. അപ്പോൾ ഇന്ത്യൻ ബോക്സ് ഓഫീസിൽ നിന്നും മാത്രം 18 കോടിയോളം രൂപ സിനിമ ഗ്രോസ് കളക്ഷൻ നേടിയെടുത്തിരിക്കുകയാണ്. അതും ക്ലാഷ് റിലീസായിട്ടെത്തി ലിമിറ്റഡ് റിലീസിലാണ് ഇത് പ്രത്യേകം ഓർക്കണം. അതേസമയം നേരെ എന്ന സിനിമയുടെ വേൾഡ് വൈഡ് കളക്ഷനിലേക്ക് വരികയാണെങ്കിൽ ഇന്നലെ നാം പ്രതീക്ഷ 40 കോടിയിലേക്ക് സിനിമയുടെ അപ്ഡേറ്റഡ് വേൾഡ് വൈഡ് കളക്ഷൻ എത്തപ്പെട്ടിട്ടില്ല എന്നത് പ്രത്യേകം അറിയിച്ചു കൊള്ളട്ടെ. നേരിന്റെ യഥാർത്ഥ ഓവർസീസ് കളക്ഷൻ റിപ്പോർട്ട് ഇപ്പോഴത്തെ പുറത്തു വരുമ്പോൾ $1.94 മില്യൺ ആണ് സിനിമ വിദേശ രാജ്യങ്ങളിൽ നിന്ന് മാത്രം കളക്ഷനായിട്ട് നേടിയെടുത്തിരിക്കുന്നത്. അതായത് 16 കോടി 20 ലക്ഷത്തോളം രൂപ. അപ്പോൾ സിനിമയുടെ വേൾഡ് വൈഡ് കളക്ഷനിലേക്ക് വരികയാണെങ്കിൽ 34 കോടി രൂപയ്ക്ക് മുകളിലാണ് സിനിമയുടെ വേൾഡ് വൈഡ് കളക്ഷൻ. എന്തായാലും വളരെ മികച്ച കളക്ഷൻ തന്നെയാണ് സിനിമ നേടിയെടുത്തിരിക്കുന്നത്. ഇന്നത്തോടെ $2 മില്യൺ വിദേശ രാജ്യങ്ങളിലെ കളക്ഷൻ കടക്കാനായിട്ടിരിക്കുന്ന സിനിമ ലാലേട്ടന്റെ മരിക്കാറിന് ശേഷം 2 വർഷങ്ങൾക്ക് ശേഷം വിദേശത്ത് $2 മില്യൺ കടക്കുന്ന സിനിമയായിട്ട് നേരി മാറുകയാണ്. വിദേശത്ത് ഏറ്റവും കൂടുതൽ $2 മില്യൺ അധികം കളക്ഷൻ ഉള്ള മലയാളി താരം ആര് എന്ന കാര്യത്തിൽ നിങ്ങൾക്ക് സംശയമില്ലല്ലോ, അത് നമ്മുടെ ലാലേട്ടൻ തന്നെയാണ്. ഇനി നേരിന്റെ ഇന്നേ ദിവസത്തെ ബുക്കിംഗ് സ്റ്റാറ്റസ് പ്രീസെയിലേക്ക് എല്ലാം തന്നെ വരികയാണെങ്കിൽ ഇന്നലെ രാത്രിയോടെ 80 ലക്ഷം പ്രീസെയിൽ കളക്ഷൻ ഉണ്ടായ സിനിമയ്ക്ക് അർദ്ധരാത്രിയോടെ അത് 1 കോടി 20 ലക്ഷത്തിലേക്ക് ഫൈനൽ പ്രൈസിൽ കളക്ഷൻ എത്തപ്പെട്ടിരിക്കുകയാണ്. അപ്പോൾ ഇന്നും സിനിമയ്ക്ക് കേരളത്തിൽ 2 കോടിക്ക് മുകളിൽ കളക്ഷൻ ഉണ്ടാകുമെന്ന് ഉറപ്പാക്കപ്പെട്ടിരിക്കുകയാണ്. സിനിമയുടെ ബുക്കിംഗ് സ്റ്റാറ്റസ് നോക്കുകയാണെങ്കിൽ പോലും ഇന്നൊരു അവധി ദിവസത്തിന് സമാനമായ രീതിയിലുള്ള ബുക്കിംഗ് ആണ് നാം കണ്ടുകൊണ്ടിരിക്കുന്നത്. കാത്തിരിക്കൂ കൂടുതൽ നേരിയ ബോക്സ് ഓഫീസ് റിപ്പോർട്ടുകൾ കേട്ടാം.